കൃഷ്ണാനുഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എഴുതി അയച്ചു തന്നിട്ടുണ്ട് ഒരമ്മ. പേരൊന്നും പറഞ്ഞിട്ടില്ല. നല്ല നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവസാനമാകുമ്പോഴേക്കും സ്പീഡിൽ എഴുതിയത് കൊണ്ട് കുറച്ച് കൂട്ടക്ഷരം മാതിരിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും റെഡിയല്ലേ കേൾക്കാൻ? വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. വിഷ്ണു ക്ഷേത്രമാണ്. ആ അമ്പലത്തിൽ വിഷ്ണുവും ഭഗവതിയുമാണ് മുഖ്യ പ്രതിഷ്ഠ. ഓഫീസിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഈ അമ്പലം കാണുന്നത് അപ്പോഴൊക്കെ എവിടെ പോകണോ അവിടെ പോകണമെന്ന് തോന്നാറുണ്ട്. പോവാനും സാധിക്കാറില്ല കേട്ടോ. അങ്ങനെയിരിക്കെ വീട് പണി തുടങ്ങാൻ പറ്റാത്തതിൽ വലിയ വിഷമമായിരുന്നു. ഇൻഷുറൻസ് ഏജൻ്റാണ് ഞാൻ. ബിസിനസ്സും കുറവായിരുന്നു കേട്ടോ. പൈസയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് അതിൻ്റെ വിഷമവും എൻ്റെ കാര്യങ്ങളൊക്കെ ഓഫീസിൻ്റെ മുമ്പിലുള്ള ഷോപ്പിലെ ചേച്ചിയോട് ഞാൻ പറയായിരുന്നു. അവരാണ് എന്നോട് ഈ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനും പിന്നെ അവിടുത്തെ നമ്പൂതിരിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാനും പറഞ്ഞത്. അങ്ങനെ അവിടെ പോയി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്പൂതിരി പറഞ്ഞതുപോലെ വഴിപാട് ചെയ്തു. അവർ പറഞ്ഞ സമയത്ത് തന്നെ വീട് പണി തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും വീട് പണി കഴിഞ്ഞ് കുടിയിരുന്നു കേട്ടോ. അത്ഭുതം എന്ന് തന്നെ പറയാം. ഹൗസിംഗ് ലോണും എൻ്റെ ഓഫീസിൽ നിന്ന് വിചാരിക്കാത്തൊരു സഹായം കിട്ടിയിട്ടോ. അങ്ങനെ വീട് പണി തീർന്ന് ഇരിക്കുകയാണ്. പരമാവധി പോകാൻ സാധിക്കുന്ന ദിവസത്തിലൊക്കെ പോകാൻ സാധിക്കാറുണ്ട് കേട്ടോ അമ്പലത്തിൽ. എൻ്റെ ജോലിയിൽ കൂടുതൽ വരുമാനം കിട്ടാൻ തുടങ്ങി. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ആത്മവിശ്വാസം കൂടാൻ തുടങ്ങി. മാനസികമായി തകർന്നു പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. മനസ്സിന് നല്ല ബലം കിട്ടുന്നുണ്ട്. കൂടെ മനോബലം തന്ന് കൂടെ ഒരാളുണ്ട്. ആ ഫീലാണ് എനിക്കിപ്പോൾ. എൻ്റെ ഭർത്താവ് പോലും എൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കൂടെ നിൽക്കാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഭഗവാൻ പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ എനിക്ക് ഉണ്ടാക്കി തരും. ഇപ്പോഴും ആ അമ്പലത്തിൽ പോകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ലൈഫ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത് ഈ അമ്പലത്തിൽ പോയതിന് ശേഷമാണ് കേട്ടോ. എല്ലാ വർഷവും ചുറ്റുവിളക്കും മറ്റുള്ള വഴിപാട് ഞാൻ ചെയ്യാറുണ്ട്. ഭഗവാനും ഭഗവതിക്കും എന്ത് കൊടുത്താലും എനിക്ക് മതിയാവുന്നില്ല എന്നുള്ളതാണ് സത്യം. 3-4 വർഷമായിട്ട് ഗുരുവായൂർ വരാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ സാധിച്ചു. ഇപ്പോൾ വർഷത്തിൽ 2 തവണ എനിക്ക് പോകാൻ സാധിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പോയപ്പോൾ ഒരു കൃഷ്ണാനുഭവം ഉണ്ടായി. ഞാനും ഭർത്താവും എൻ്റെ 2 കുട്ടികളുമായിട്ടാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഭഗവാനെ കാണാൻ പോയത്. സന്തോഷം കണ്ട് കണ്ണ് നിറഞ്ഞു. നാമം ജപിച്ചിട്ടാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കടന്നത്. ഉള്ളിലെത്തിയപ്പോൾ തിക്കും തിരക്കുമായി ആരൊക്കെയോ ഉന്തി ഞാൻ ഭഗവാന്റെ മുന്നിൽ എത്തിയിട്ടോ. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു വെളിച്ചം മാത്രമേ കാണാനുള്ളൂ. സൂര്യപ്രകാശം പോലെ ഒരു വെളിച്ചം. ഞാൻ കുറേ കണ്ണടച്ച് തുറന്നു നോക്കിട്ടോ. വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് സങ്കടവും സന്തോഷവും തോന്നി. ഭഗവാൻ എന്നെ കളിപ്പിച്ചതാണെന്ന് പിന്നെ മനസ്സിലായി. കുറേ കൃഷ്ണാനുഭവങ്ങളുണ്ട്, എഴുതിയാൽ തീരില്ല. ഒരെണ്ണം കൂടി പറയട്ടെ ഞാൻ. വീട്ടിൽ 2 നേരത്തെ വിളക്ക് വയ്ക്കൂട്ടോ. രാവിലെ ഞാൻ വയ്ക്കും, വൈകുന്നേരം അമ്മ വയ്ക്കും. ജോലി കഴിഞ്ഞ് വരാൻ വൈകുന്നത് കൊണ്ട് കർപ്പൂരം ഒഴിയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ചന്ദനത്തിരി കത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒഴിഞ്ഞ ഭാഗമുണ്ട്. അവിടെ കർപ്പൂരം കത്തിച്ച് ഞാൻ അത് പിടിച്ചുകൊണ്ടാണ് ഭഗവാനെ കർപ്പൂരം ഒഴിയാറുള്ളത്. കയ്യിൽ ചൂട് പിടിക്കും കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, കർപ്പൂരം വെക്കുന്നതിന് ഒരു വിളക്ക് പോലെ അത് എവിടുന്നെങ്കിലും കിട്ടണേന്ന് ഇങ്ങനെ ഞാൻ വിചാരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എണ്ണയും തിരിയും ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് കർപ്പൂരം ഒഴിയുന്നതിനൊരു വിളക്കിരിക്കുന്നു. ഇപ്പോൾ ഞാൻ അതിലേക്ക് കർപ്പൂരം ഒഴിയുന്നുണ്ട്. അമ്മയ്ക്ക് ആരെങ്കിലും കൊടുത്തതാവെന്ന് ഞാൻ വിചാരിച്ചു. കുറേ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം അമ്മയോട് ചോദിച്ചു, കർപ്പൂരം ഒഴിയുന്നത് അമ്മയ്ക്ക് എവിടുന്നാ കിട്ടിയെന്ന്. അമ്മ പറഞ്ഞു, ഇത് നീ വെച്ചതാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. അച്ഛനോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ ചോദിച്ചു. അവർക്ക് ആർക്കും ഇത് എവിടുന്നാ വന്നതെന്നറിയില്ല. എനിക്ക് ആകെ എന്താ സംഭവിച്ചതെന്നറിയില്ല. എൻ്റെ ചൂട് തട്ടുന്നത് കണ്ട് ഭഗവാൻ അറിഞ്ഞു തന്നതാണ്. ഈ കരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരുന്നു എനിക്ക് കിട്ടിയത്. ഭഗവാൻ കൂടെ ഉണ്ടെന്ന് ഞാൻ മക്കളോട് പറയും. ഭഗവാനെ നാമങ്ങൾ ചൊല്ലാനും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനും അത്രയേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഭഗവാനോട് കൂട്ടുകാരെ പോലെ കണ്ട് സംസാരിക്കണം നമ്മൾ. അത് ഭഗവാൻ ഇഷ്ടമാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് ഈ അനുഭവത്തിലല്ലേ. അവസാനം ആ കർപ്പൂരത്തട്ട ആരായിരിക്കും വെച്ചത്? ആരും ആവല്ലേ, ഭഗവാനായിട്ട് സർപ്രൈസ് കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാൻ ആരെക്കൊണ്ടെങ്കിലും സർപ്രൈസ് കൊടുപ്പിച്ചതായിരിക്കാം. എന്ത് സംഭവിക്കാം. ആദ്യത്തെ ഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ആദ്യം സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു നിന്നു. പിന്നെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അറിയാതെ സാമ്പത്തിക ഭദ്രതയൊക്കെയായി. നമുക്ക് എല്ലാവർക്കും അറിയാം, സാമ്പത്തിക ഭദ്രത വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആത്മവിശ്വാസം കൂടുന്നുള്ളതല്ലേ. അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുക കേട്ടോ. വളഞ്ഞ വഴിയിലൂടെയല്ല, നേരായ വഴിയിലൂടെ. നമുക്കായിട്ട് ജോലി എന്ന് പറയുന്ന കാര്യങ്ങൾ പല രീതിയിൽ ഭഗവാൻ
കാണിച്ചു തന്നിരിക്കും. അത് നല്ല ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആകുമ്പോൾ നമുക്ക് സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മവിശ്വാസം കൂടും. നമുക്ക് പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ, അല്ലെങ്കിൽ വീട്ടിൽ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ, വീട്ടിലേക്ക് തന്നെ സാധനം വാങ്ങാൻ ഒരു ആത്മവിശ്വാസമാണ്. എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ ആ പൈസ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പൈസ ഇല്ലാത്തവർ മനസ്സിൽ സങ്കടപ്പെടേണ്ട കേട്ടോ. എല്ലാവർക്കും ഒരേ സമയം ഉണ്ടാവും. അതിനായിട്ട് കാത്തിരിക്കുക, അതിനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്കും വരും. ഭഗവാൻ കാണിച്ചു തരുന്ന വഴി അത് ഇങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മടിയന്മാരായിട്ട് ലേസി ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വിജയം ഉണ്ടാവില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 4 ദിവസം ചെയ്ത് നിർത്തുക, പിന്നെ 2 ദിവസം പിന്നെയും ചെയ്യുക. അതിനെ കൊണ്ട് കാര്യമില്ല കേട്ടോ. വർഷങ്ങളോളം ചിലപ്പം ചെയ്യേണ്ടി വരും. അതിനുശേഷമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും പറയാനില്ല, നിങ്ങൾക്കും വിജയം ഉണ്ടാവും, ഒരു സംശയമില്ല. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.